നമുക്കിതേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്ത് അത് ഉരുകി വരുമ്പോൾ അതിലേക്ക് തേങ്ങ ചിരകിയത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമ്മളിവിടെ കാവേരി എന്ന് പറയുന്ന പഴമാണ് എടുക്കുന്നത്. ആ പഴം നുറുക്കി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരച്ചെടുക്കാം. ഇനി വേണ്ടത് ഗോതമ്പ് പൊടിയും റവയുമാണ്. അപ്പോൾ മിയാസിൻ്റെ നല്ല നൈസ് ഗോതമ്പ് പൊടിയും നല്ല വറവുള്ള മിയാസിൻ്റെ തന്നെ റവയുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. അത് രണ്ടും 2 കപ്പ് വീതം നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ട് അതിനകത്തേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ചിരകിയതും പിന്നെ നേരത്തെ അരച്ചു വെച്ച പഴവും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കാവേരി എന്ന് പറയുന്ന പഴം തന്നെ വേണമെന്നില്ല, പാളയംകോടൻ പഴമായാലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് ഏലക്കായ പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുന്ന സമയത്ത് വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ശർക്കരപ്പാനി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 4 മണിക്കൂർ നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഉണ്ണിയപ്പത്തിന്റെ അച്ചിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് മാവ് ഒഴിച്ചു കൊടുക്കാം. ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ മറച്ചിട്ട് കൊടുത്ത് വേവിച്ചതിന് ശേഷം നമുക്ക് ഉണ്ണിയപ്പം കോരി